മുസ്ലിമായി ജനിച്ച വ്യക്തിയാണ്. മരിച്ചു കഴിഞ്ഞാലും മാഷ ഈ കളിയൊക്കെ ഒരു കളിയായിട്ട് മാത്രമേ എന്റെ ലൈഫ് എന്റെ ഉപജീവന മാർഗമായിട്ട് ഞാൻ കാണുള്ളൂ. നമസ്കാരം. കൊയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു. ജാസി എന്റെ പൊന്നളിയ, എന്തുവാടേ നീ കാണിക്കുന്നത്? എന്തോന്നാടാ ജാസി? വിഷുക്കണി എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങളൊന്ന് കാണിച്ച് നാട്ടുകാരെ തള്ളക്കി വിളി മുഴുവൻ വാങ്ങി കൂട്ടി അതൊരു ഹരം കൊള്ളിക്കുന്ന പരിപാടിയായിട്ട് കൊണ്ടു നടക്കുകയാണ്. നിന്നെ പോലത്തെ ഒരു വധൂരി, നീ മാത്രം. അതെനിക്ക് വേറെ ആരെയും പറ്റി പറയാൻ പറ്റില്ല, നീ മാത്രം. വിഷുക്കണി എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ നീ പൊട്ടനാണ്. എന്തുവാടേ കാണിക്കുന്നത്? എടേ എന്തിന്? നാട്ടുകാർ തള്ളക്കുള്ളി കിട്ടിയാലും കുഴപ്പമില്ല, റീച്ച് ലൈവ് ലൈറ്റിൽ തിളങ്ങി നിൽക്കണം. ഇതൊക്കെ ഒരു ജീവിതമാണോ അവിടെ? ഇതൊക്കെ ഒരു ജീവിതമായിട്ടാണോ കൊണ്ടു നടക്കുന്നത് നാട്ടുകാരുടെ തള്ളക്കുള്ളി കിട്ടുന്നത്? ഇവനെയൊക്കെ പോലത്തെ പോങ്ങന്മാര് വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ മതത്തിലും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ആചാര രീതികളും ഉണ്ട്. നമുക്കത് താല്പര്യമില്ല, നമുക്കത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആ പണിക്ക് ഇറങ്ങരുത്. വിഷുക്കണി എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങളും ഉടായ്പകളും കാണിച്ചു കൂട്ടി എന്തോ ഒരു കാട്ടാപ്പ് വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടുന്നുണ്ട്. അതാണ് അവൻ ചെയ്യുന്നത്. സീരിയസ്ലി നിങ്ങൾ ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടരുത്. പ്രത്യേകിച്ച് നീ ഒരു മുസ്ലിം മതത്തിലുള്ള ഒരു വ്യക്തിയാണ്, ഹിന്ദു മതത്തിലുള്ള ഒരു ആചാരമാണ് ഈ വിഷു. നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ആ പരിപാടി ചെയ്യാൻ നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഇടയ്ക്ക് റെനീഷ പൊങ്കാല ഇടാനായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്ന സമയത്ത് അന്ന് റെനീഷ കുറെ പേര് തെറി വിളിച്ചു. മുസ്ലിമായ അവള് ഈ നോമ്പ് പോലും നോക്കാണ്ട് വന്ന് പൊങ്കാല ഇടുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ ആ ഒരു ആചാരം അല്ലെങ്കിൽ ആ ഒരു രീതി വന്ന് അവൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് ഞാനൊരിക്കലും അവളെ കുറ്റം പറയത്തില്ല. നമ്മളിവിടെ ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ വേർതിരിച്ച് കാണുന്നതല്ല. പക്ഷേ ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഓരോ വിശ്വാസങ്ങളുണ്ട്. നമുക്ക് ആ വിശ്വാസം ആചാര രീതി ഫോളോ അപ്പ് ചെയ്ത് അവിടെ പോകാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങോട്ട് എഴുന്നള്ളുക. അല്ലാത്ത പക്ഷം ഇമാതിരി കോപ്പറായങ്ങൾക്ക് നിൽക്കരുത്. ഇടക്കാലത്ത് ജസ്നാ സലീം എന്തൊക്കെയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, കണ്ണ ഫോട്ടോ വരപ്പ്, കേക്ക് കട്ടിങ്, എന്തൊക്കെയായിരുന്നു റീച്ചിന് വേണ്ടിയിട്ട് വെറും പേപ്പൂത്തുകൾ ഉടായ്പകളും കാണിച്ചു കൂട്ടി അവളെ ഏറിപ്പോയി. ഇപ്പൊ നാട്ടുകാരെ തള്ളക്കി വെളി മാഞ്ചു പണ്ടാറാണെങ്കിൽ എവിടെയാ പോയി ഇപ്പൊ കാണാനില്ല, ഒരു അറിവില്ല, എവിടെ എന്താ ഞാൻ നോക്കാറൊന്നുമില്ല. അതുപോലെ ഈ മതങ്ങളുടെ പേരിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ റീച്ച് വേറെ ലെവലായിരിക്കും. അത് പാൻ ഇന്ത്യൻ രീതിയിൽ കത്തും ആ സാധനം. കാരണം മതങ്ങളുടെ പേര് പറഞ്ഞ്, പ്രത്യേകിച്ച് മുസ്ലിമായ ഒരാൾ വന്നിട്ട് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഹിന്ദുക്കളായ ആ വ്യക്തികൾ വന്നിട്ട് മുസ്ലിങ്ങളുടെ ആചാരങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്ത്യൻസിന്റെ ആയാലും ഏതായാലും ഇന്ന ഒരു മതത്തിൽ നിന്നും വേറൊരു മതത്തിന്റെ ആചാരം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അത് എന്തോ പോലെ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കുറെ അക്സെപ്റ്റൻസ് കിട്ടും, അതുപോലെ വിമർശനങ്ങൾ വരും, പലതും വരും. അങ്ങനെ ലൈനിലായിട്ട് ചർച്ചയാകും. ഇവിടെ ജാസി മതേതരത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഉഡായിപ്പ് പരിപാടിയാണ്. എടാ അറിഞ്ഞുകൂടെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. ഞാൻ അതേ പറയത്തുള്ളൂ. ഗുരുവായൂർ അമ്പല നടയിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും പാടില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും ജാസ്മിനായാലും ഈ ജസ്നാ സലീമായാലും അവിടെ പോയി ഫോട്ടോഷൂട്ട് നടത്തി അങ്ങനെ ഏറിപ്പോയ ടീമുകളാണ്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യരുതെന്ന് പറയുന്ന സാധനം ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്ഥലത്തോട്ട് പോകാൻ നിൽക്കരുത്. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യവും നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ആചാരങ്ങളും ഈ മതത്തിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. വേറൊരു കാര്യം അറിഞ്ഞൂടാത്ത നമ്മൾ ചെയ്ത് പഠിക്കുന്നത് പോലെയല്ല ഇത്തരം കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് ഒരുമ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇമാതിരി ഉടായ്പകൾ കാണിക്കില്ല ജാസി. നീ ഒന്നാതെ എനിക്ക് നിന്നെ കണ്ണെടുത്താൻ കണ്ടുകൂടാ. അതിന്റെ ഇടയിൽ കൂടി നീ ഇമാതിരി പേക്കൂത്തുകൾ നാട്ടുകാർക്ക് മൊത്തം നിന്നെ വെറുപ്പാ. പിന്നെയും ഉടായ്പ്. എന്ത് മനുഷ്യന്മാരാ ഇതൊക്കെ. നീ തുടങ്ങും, നിന്റെ കൊണയടിയാക്കാം. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു വിഷുക്കണി ഒരുക്കാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ലേ, യൂട്യൂബ് ചാനലുണ്ട്, അതിന് വിഷുക്കണിക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ലൈക്ക് മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നമുക്ക് ഏക ഇലാഹ അല്ലാഹ്. അപ്പോൾ നമുക്ക് അങ്ങനെ രൂപങ്ങളൊന്നും വെച്ചിട്ടല്ല നമ്മൾ വിഷുക്കണി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഓക്കെ രൂപങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അത് ആ മതത്തിലുള്ള ആചാരങ്ങളും ആ രീതികളുമാണ്. എങ്കിൽ നീ അത് ഫോളോ അപ്പ് ചെയ്ത് പോവുക. എന്നാൽ വിഷുക്കണി എന്ന് പറയുമ്പോൾ കണ്ണൻ മെയിനാണ്, മനസ്സിലായ? അല്ല നീയല്ല അവിടെ മെയിൻ. ഇത് ജാസി പറയുന്നതായിട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 2020 സിനിമയില് കണ്ണനെ കട്ടോണ്ട് പോകും. ആര്? ഹരിശ്രീ അശോകൻ കട്ടോണ്ട് പോകും. വിഗ്രഹത്തെ കട്ടോണ്ട് പോകുമ്പോ ഇന്നസെന്റ് കയറി വേഷം കെട്ടി നിൽക്കുന്ന ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. സീരിയസ്ലി എടാ, ഓരോ ആചാരങ്ങളുണ്ട്, ഓരോ മതത്തിലും ഓരോ ആചാര രീതികളുണ്ട്. അത് പാലിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക. അല്ലാതെ അവിടെ കയറിയിട്ടോ ഞങ്ങളുടെ മതത്തില് ഇന്ന ആചാരമില്ല, അല്ലെങ്കിൽ നമ്മുടെ മതത്തില് രൂപങ്ങളുടെ ആചാരമില്ല, അതുകൊണ്ട് ഞാൻ ആ മതത്തിന്റെ ആചാരം എടുത്ത് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് എന്റെ മതത്തിൽ രൂപങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ മതത്തിന്റെ ആചരിക്കുമ്പോൾ ഞാൻ രൂപം വയ്ക്കൂല. ഇതെന്ത് മറ്റെടുത്ത പരിപാടിയാണ്? എന്ത് മറ്റെടുത്ത പരിപാടി? നീ എന്തിനാണ് ഇമാതിരി ഒരു പേക്കൂത്ത് ഉണ്ടാക്കുന്നത്?
ഇത് ലൈം ലൈറ്റിൽ കിടന്ന് അടി ഉണ്ടാക്കി ഒരു ഉഡായിപ്പാണ് ജാസി നീ മൊത്തത്തിൽ ഉള്ള കാര്യം പറയാം. നിന്നെപ്പോലെ ഒരു ഫ്രോഡ് വേറെ ഇല്ല. ഇത് ഒരു വർഷത്തെ ഫലം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്ഷ്യ സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കുന്നത്. അപ്പൊ അതെല്ലാം കാണാം. നീ എന്തെങ്കിലും ചിരിക്കുന്നത്? ആ ഇപ്പൊ അങ്ങനെ ഭക്ഷ്യ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ച് നീ ഓണം ആഘോഷിക്കാൻ പോണോ അതിന്റെ ഇടയിൽ കൂടി? അവൻ തന്നെ പറയുന്നു ഇതെന്ത് മണ്ടത്തരാടാ വിളിച്ച് പറയുന്നത്. ആശി നീ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്നടാ, ചുമ്മാ കിടക്ക് ഒട്ടിച്ചു വയ്ക്കാൻ കൊള്ളാം നിന്നെ. സത്യമുള്ള കാര്യം പറയാം. വിഷു എന്ന് പറയുമ്പോ അവിടെ കണ്ണൻ മെയിനാണ് അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ഇവ വന്നിട്ട് പറയുന്നു ഞങ്ങളുടെ മതത്തില് വിഗ്രഹങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ആചാരം ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ വിഗ്രഹം വേണ്ട, ആ ഒരു സെറ്റപ്പ്. അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങൾ അതും ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ അടുത്തേക്ക് റബ്ബർ സ്റ്റാമ്പ് ആശി അവൻ തന്നെ ചിരിക്കുന്നേടാ മണ്ടത്തരം വിളിച്ച് പറയാടാ കിഴങ്ങാന്ന്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിഷു ആഘോഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വിഷു ആഘോഷങ്ങളും അതിന്റെ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. പിന്നെ വിഷു എന്താണെന്നുള്ളത് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അയ്യോ നീ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം നമ്മൾ വിഷുവിനെ പറ്റിയിട്ട് അറിയാം. ഒന്നും മിണ്ടല്ലേ എന്റെ പൊന്നടാവേ, എന്റെ പൊന്നളിയാ. നീ നിനക്ക് അറിയാന്നുള്ള പണിക്കുമല്ലോ. പോ ഇനി വിഷുവിനെ കുറിച്ചിട്ട് നീ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അടിപൊളി ഗൈസ്. അപ്പൊ നമ്മളെ കണിയൊരുക്കം തുടങ്ങി. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കണിയൊരുക്കുന്നത്. ഞാൻ ഇതിൽ വെക്കാന്ന് വിചാരിച്ചു. കാരണം നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരു പൂക്കളം പോലെ. അപ്പൊ കുറച്ച് കാണാനും വെറൈറ്റി അല്ലേ പൂക്കൾ ഓണത്തിന് അല്ല, ഒരു ഫ്ലവർ വെച്ച പോലെ ഇല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാകുമ്പോൾ പക്ഷെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് അരിയാണ് വെക്കുന്നത് കേട്ടോ. കാരണം അന്നം നിന്ന് പോകരുതല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ വെക്കുന്നത് നല്ല വെള്ളരിയാണ്. ഇത് മഹാവിഷ്ണുവിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ പറയുന്ന വില തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. മണ്ടത്തരം പറയല്ലേ എന്ന് അവൻ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ആശി. റബ്ബർ സ്റ്റാമ്പാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെ കൂടിയോ വാ തുറക്കുന്നുണ്ട്. കട്ടിയത് കളയാൻ മറന്നതാണ്, അതായിരിക്കും. മണ്ടത്തരം പറയല്ലേ ജാസിയെ, അറിഞ്ഞിടാത്ത പണിക്ക് നിൽക്കരുത്. ഞാനൊരു ക്രിസ്ത്യൻ മതത്തിലുള്ള ഒരാളാണ്. ജന്മന ഞാൻ ആ മതത്തിലാണ് വളർന്നു വന്നിട്ടുള്ളത്. എനിക്ക് ഇപ്പോൾ ജാതി മതമൊന്നും നോക്കിയിട്ടല്ല ഞാൻ ആരോടും പെരുമാറുന്നത് തോന്നുന്നു. ഞാൻ അമ്പലങ്ങളിൽ പോകാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പോകാറുണ്ട്. നമ്മളൊരാവശ്യം വന്നു കഴിഞ്ഞാൽ പോകും. എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാത്ത പരിപാടി അവിടെ പോയിട്ട് ഞാൻ ചെയ്യാൻ നിൽക്കത്തില്ല. ഏത് നമ്മുടെ പള്ളിയിലുള്ള രീതിയല്ല എവിടെയുള്ളത്, അമ്പലങ്ങളിലുള്ളത്. ആ സ്ഥിതിക്ക് എനിക്ക് അറിഞ്ഞൂടാത്ത പരിപാടിക്കും പണിക്കും ഞാൻ നിൽക്കത്തില്ല. പള്ളിയിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, നമുക്കറിയാവുന്ന പോലെയൊക്കെ നമ്മൾ അവിടെ പെരുമാറും, രീതികളൊക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ രീതികളൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു സെറ്റപ്പിൽ നിൽക്കും. കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യും, അറിഞ്ഞൂടാത്ത കാര്യമാണെങ്കിൽ ചെയ്ത് കുളമാക്കാൻ നിൽക്കത്തില്ല, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ. മനസ്സിലായ? നമ്മൾ അതുപോലെ തന്നെ അമ്പലങ്ങളിലായാലും അവിടെ എവിടെയും പോയി വാശി പിടിക്കരുത്. ചിലവർക്കൊരു വാശിയാണ്, അതായത് അവിടെ ചെയ്യില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ പോയി ചെയ്യും. ജാസ്മിൻ ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് ഫോട്ടോഷൂട്ട് നടത്തി. അതുപോലെ തന്നെ മറ്റവളെ ആര്, ജാൻമണിയില്ലല്ലോ, സോറി, അവളെ വേറെന്തുവാ, മറ്റേ കണ്ണൻ്റെ രാധ എന്ന് പറഞ്ഞ നടക്കണവള്, അയ്യോ ഞാൻ തന്നെ പേര് മറന്നു, ജസ്ന സലീം. ഓക്കെ, അവള്. അപ്പൊ ഇതുപോലുള്ള ഉടായ്പകൾ കാണിക്കുന്ന ഉടായ്പകളെ നമ്മൾ ദയവ് ചെയ്തിട്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക. കാരണം ഒരു ആചാരത്തിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ സത്യം പറഞ്ഞ ഇമാതിരി പേക്കൂത്തുകൾ കാണിക്കുന്നതിന് നാട് കടത്തണം. പോലീസിൽ പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം. എന്തിന്? ഈ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പരിപാടിയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ കുറേ മതഭ്രാന്തന്മാർ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ മതത്തിനെ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരുത്തി എന്തോ നമ്മളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഹിന്ദുക്കൾക്ക് ചിലപ്പോൾ കുരുപൊട്ടും. എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറയുന്നത്. എന്നാൽ മതത്തിന്റെ ഇത് തലയ്ക്ക് പിടിച്ച് കിടക്കുന്നവർക്ക് അത് പൊട്ടും. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് ഇവനെ പോലെയുള്ള കുയിലിന്റെ മണിനാദങ്ങൾ എന്തിനു കൊണ്ട് എത്തിക്കുന്നത്? ഇവന്റെ സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് എന്ത് ഊളത്തരവും കാണിക്കാന്നാണ്. കോപ്പുകൾ തന്നെ എന്തൊക്കെ വിവരക്കേടുകളെന്തോ കാണിക്കുന്നത്. മെയിൻ വിഷു എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക, കാർഷികോത്സവമാണ്. ഇപ്പോൾ ഓണം കേരളീയോത്സവം പറഞ്ഞ പോലെ വിഷുവും എല്ലാം നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാരും എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഓണം പോലെ വിഷു. അതെ, ഓണം പോലെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് വിഷു. ഇവന്റെ കണ്ടെത്തലായിരിക്കും. എൻ്റെ അറിവിൽ അങ്ങനെയല്ല കേട്ടോ. ഹിന്ദുക്കളുടെ ഒരു ആചാര കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന വിഷു. അല്ലാണ്ട് നമ്മൾ ബാക്കിയുള്ള മതത്തിലുള്ളവർക്ക് അതിൽ പങ്കില്ല എന്ന് വെച്ചിട്ട് നമ്മൾ കൈ കെട്ടിയിരിക്കുന്നില്ല. നമ്മളും അതിൽ പങ്കുചേരും. നമുക്കറിയാവുന്ന രീതിയിൽ ഞാനും പോസ്റ്റ് ഇട്ടിരുന്ന ഹാപ്പി വിഷു കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് വന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്ത് അതൊക്കെ ആ ഒരു സന്തോഷമാണ്. എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം ഞാൻ പോയി ചെയ്ത് കുളമാക്കാൻ നിൽക്കത്തില്ല. എന്നാൽ ജാസിയെ പോലെയുള്ള കുയിലുകൾ എന്ത് ചെയ്യും? അറിഞ്ഞൂടാത്ത കാര്യം അവിടെ പോയി ചെയ്ത് കുളമാക്കി അങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഞങ്ങൾ വിഷു ആഘോഷിച്ചത്. എന്തിനാടായി? ഇതാണോ നിന്റെ ആഘോഷം ജാസി?
അല്ലെങ്കിൽ നീ അത് പഠിക്ക്. എന്താണ് പ്രോപ്പറായിട്ട് ഗൂഗിളിലോ യൂട്യൂബിലോ കയറി നോക്കി പഠിച്ചിട്ട് ചെയ്യും. അന്തസ്സുണ്ട്. അല്ലാണ്ട് എന്തെങ്കിലും കോപ്രായം കാണിച്ചു കൂട്ടിയിട്ട് ഞാനും വിഷു ആഘോഷിച്ച് ഇന്നാ കണ്ടോന്ന്, ഇന്നാ പിടി അമ്മച്ചിയുടെ മാവും കലം, ഈ അവസ്ഥയാണ് ഇവൻ കാണിച്ചു കൂട്ടുന്നത്. കോപ്രായങ്ങളുടെ ഒരു ഉസ്താദ് അത് ജാസി തന്നെ, അത് വേറെ ആരും കൊണ്ട് പോകത്തില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുഞ്ഞു ഒരു വിഷു സെറ്റപ്പ്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട്, കരീഷ്മ, നമുക്ക് എല്ലാവർക്കും അറിയാം. അവള് പറഞ്ഞു ജാസ്തി നമ്മൾ എപ്പോഴും ഒരു നിറയരിയും കുറച്ച് കോയിൻസും നമ്മൾ എന്തായാലും കണി കാണാൻ നല്ലതാണ്. അത് ഏത് മതക്കാരായാലും നമുക്ക് അത് ഒരു എന്താ പറയുക, ഒരു എല്ലാ വർഷവും നമുക്ക് മനസ്സറിഞ്ഞ് എല്ലാം ഇതേപോലെ തരട്ടെ ദൈവം, അതിനു വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, പഠിച്ചവനെ നമുക്ക് അടുത്തൊരു വർഷം ഇതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു മുട്ടുമില്ലാണ്ട് നടന്നു പോകണം എന്നുള്ളത് നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. ഹിന്ദുസിന് അവരെ കൃഷ്ണന്മാരും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, അവരോട് പ്രാർത്ഥിക്കുക. വാവ്, എന്ത് മതേതരത്വമാണ് വാരി വിതറുന്നത്. ഞങ്ങൾക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. ഇതൊക്കെ കണ്ടിട്ട് ജാസി എല്ലാവരും എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് 2 വെള്ളരിക്കയും എടുത്ത് കെട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ വിഷുക്കണി ഒരുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും പറയണില്ല, എൻ്റെ വായിൽ തെറിയാണ് വരുന്നത്. എന്തോന്നട ഇത്? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം എന്താണ് ജാസി ഇതിൻ്റെ? എൻ്റെ പൊന്നളിയാ, കഴിയുന്ന കാര്യത്തിനല്ല പോയാൽ പോരെ. നീ തന്നെ പറയുന്നുണ്ട് ഞാൻ വേറെ മതത്തിലുള്ളതാണ്, അത് നീ അവിടെ ഫാക്ടർ ഇടാണ്. അതായത് വേറെ മതത്തിലുള്ള ഒരാൾ വേറെ മതത്തിലുള്ള ഒരു ഉത്സവം ആഘോഷിച്ചു അല്ലെങ്കിൽ ഒരു ആചാരം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഈ മതത്തിന്റെ പേരിൽ മതായുധത്തരം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പിടിപാടാണ് ഇവൻ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്. ആശ അടുത്തു നിന്നുകൊണ്ട് തന്നെ പറയുന്ന മണ്ടത്തരം വിളിച്ച് പറയാതെ. എന്ത് ഫാമിലിയുടെ ഇതൊക്കെ ഹിന്ദുവാടാ പണി വെച്ചിരിക്ക്. എന്റെ പൊന്നടാവേ, പ്രഹസനം, വെറും പ്രഹസനം, അല്ലാണ്ട് ഒരു തേങ്ങയും ഇല്ല. പിന്നല്ലാണ്ട് ഒരു മാങ്ങയെ വെക്കുന്നുള്ളൂ കേട്ടോ. 2 വെക്കണോ? 2 വെച്ചോ? 1 മതി, ഒരുപാട് ആർഭാടമൊന്നുമില്ല പ്രാവശ്യം. മാങ്ങയും ഏതോ ഒരു ദൈവത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഗണപതിയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ തെറ്റാണെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യണേ. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ വാൽക്കണ്ണാടി ഒരു ദേവിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഏത് ദേവി എന്നുള്ളത് ഞാൻ മറന്നുപോയി. പിന്നെ ദേവിനെ മാത്രമല്ല നമ്മളെ കൂടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ കൂടിയും അതിൽ കാണുന്നത് എന്താ മഹാബ്രഹ്മാസ്തുവ, നമ്മൾ ഒരു ദൈവത്തിൻ്റെ അംശമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം സാധനങ്ങളൊന്നും വെച്ച് ഫുള്ളായിട്ടുള്ളത് വെക്കാണ്ട് എന്തൊക്കെ കണ്ട സിനി? ഉപ്പ്, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ വേണം. ഞങ്ങൾ എല്ലാം കുറച്ച് വെക്കണ്ട. ഇവന്റെ പരിപാടി എന്തെന്നാണ്, വെറുതെ വീട്ടിലിരുന്നപ്പോ എന്തോ തോന്നിയാ വിഷു ആഘോഷിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടാ അതിന്റെ പേരിൽ മതം എന്ന് പറയുന്ന ഫാക്ടറി പിടിച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാം. അറ്റ്ലീസ്റ്റ് റോട്ടി ഇറങ്ങി ഒരു 10 രൂപ കണിക്കൊന്നെങ്കിലും വാങ്ങി വെക്കാൻ എന്താ? വീട്ടിൽ നിന്ന് കുറെ ഉപ്പും മുളകും പഞ്ചസാര. നീ ഉപ്പൊക്കെ എന്തിനാ ഉറക്കി വെച്ചു? എനിക്ക് മനസ്സിലായോ ഉപ്പെന്തിനാ? ഉപ്പൊക്കെ വെക്കൂ? എന്റെ അറിവില്ല കേട്ടാ, ഞാൻ കേട്ടിട്ടില്ല. നീ ഉപ്പും പഞ്ചസാരയൊക്കെ വെച്ച് നീ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ആരെങ്കിലും ഉപ്പ് വയ്ക്കും? എനിക്ക് അറിയില്ല കേട്ടോ. അറിയാന്നുള്ളവരൊന്ന് താഴെ കമന്റ് ചെയ്തേക്കും. ഉപ്പൊക്കെ വെച്ചിട്ടാ വിഷു ആഘോഷിക്കുന്നേ? പുതിയ അറിവാണല്ലോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിതാ നേരത്തെ എണീറ്റു. എൻ്റെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു, ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. ആഷിപ്പോഴും ഇതാ സ്റ്റിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിശ്വസിച്ചല്ലോ, ആഷിപ്പോഴും ഉറങ്ങുകയാണ്, സ്റ്റിൽ ഉറങ്ങുകയാണ്. ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ സൈഡിൽ കിടന്ന മഞ്ഞ പൂവെങ്കിലും എടുത്ത് ഇവിടെ വയ്ക്കാൻ തരേ, കണിക്കൊന്നെന്തെങ്കിലും പറഞ്ഞു. അത് പോട്ടെ. അപ്പോൾ എല്ലാവരും വിശ്വസിച്ചല്ലോ, ആശി ഉറങ്ങുകയാണ്. ഇനി ഉറങ്ങിക്കിടക്കുന്ന ആശയെ വിളിച്ചെണീപ്പിക്കുകയാണ് നമ്മുടെ ജാസി. അപ്പോൾ ഞാൻ ആശിനെ എണീപ്പിച്ചിട്ട് കണി കാണിക്കണം. ഞാൻ അവിടെ എല്ലാം തിരിയും കാര്യങ്ങളൊക്കെ കൊളത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിത് രാത്രി ആയതുകൊണ്ട് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. അതെ, ഇത് കട്ട രാത്രിയായിരുന്നു. എല്ലാവരും വിശ്വസിക്കണം, ഇത് കട്ട രാത്രിയായിരുന്നു. ആരും തെറ്റിദ്ധരിക്കരുത്, കട്ട രാത്രിയായിരുന്നു. പിന്നെ ഞങ്ങളെ വ്ളോഗ് ഇഷ്ടപ്പെട്ട അത് കമന്റ്. ഞങ്ങൾ വ്ളോഗിൽ എഡിറ്റിങ്ങും തേങ്ങയും വാങ്ങി ഒന്നുമില്ല. എങ്ങനെയാണ് വ്ളോഗ് എടുക്കുന്നത് അതേപോലെ അങ്ങ് പോസ്റ്റ്. ഇങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ്. അപ്പോൾ അതൊരു എഡിറ്റ് വ്യക്തി വേണം. എനിക്ക് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഹലോ വെൽക്കം ടു മൈ വ്ളോഗ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയാൻ അറിയാം, പക്ഷെ വേണ്ട, അത് ആരും കണ്ടിരിക്കില്ല. അത് പറഞ്ഞ വാച്ചായിരിക്കും. അത് വിട്. ഇനി നിന്റെ വ്ളോഗിങ്ങിൽ എഡിറ്റിംഗ് ഇല്ലെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നീ മണ്ടത്തരം വിളിച്ച് പറയല്ലേ എന്ന് ആശി പറഞ്ഞത്. കേട്ടോ, ശരിയാട്ടാ. മണ്ടത്തരം നിന്റെ ഒരു ജീവിതമാക്കി കൊണ്ടു നടക്കുന്നത് ഐശ്വര്യം തന്നെയാണ്. അല്ല കുറച്ച് മാത്രം. എങ്ങനെ പിടിക്കാ? ഇടുമ്പോ എങ്ങനെ പിടിക്കണ്ടേ? എല്ലാ സത്യം ഇടുമ്പോ എങ്ങനെ പിടിക്കണ്ടേ? തുറക്കുമ്പോ എല്ലാം ഇടുമ്പോ പോണായിരുന്നേ. സാർ മഞ്ഞൾപ്പൊടി, മീൻ നാക്കുമ്പോ എങ്ങനെ പിടിക്കും?
ഇനി ഉപ്പ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ പുറകിൽ ഒരു ഐതിഹ്യങ്ങളുണ്ട്. അത് എന്താണെന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനിതൊരു ബുക്കിൽ നിന്നാണ് ജസ്റ്റ് ഇപ്പോൾ കുറച്ച് കിട്ടിയത് എനിക്ക്. ഉപ്പിടുവോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഉപ്പിടുന്നതായിട്ട് എൻ്റെ അറിവില്ലല്ലോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. എൻ്റെ അറിവ് ചിലപ്പോൾ തെറ്റിപ്പോവാം. കാരണം എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാത്ത പണി കാണിച്ചിട്ട് കോപ്രായങ്ങൾ കാണിക്കാറില്ല. ഇത് കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചാടി ഇറങ്ങി വന്നതുപോലെ ആയിപ്പോയി. ഉപ്പും പഞ്ചസാരയും മുളകൊക്കെ വെച്ച് എന്തേലും കാണിക്കട്ടെ. ജാസി, നീ ബാക്കി അവനെ വിളിക്കാൻ പോയതല്ലേ, അതിലോട്ട് വാ. ആണോന്ന് എനിക്കറിയില്ല. ഇതാ നമ്മുടെ വിഷുക്കണിയെല്ലാം ഞാൻ ഇവിടെ സെറ്റാക്കി ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആഷിനെ ഒന്ന് എണീപ്പിക്കണം. പകലാവാൻ തുടങ്ങി ഓൾറെഡി. അച്ചോട്ടാ, പകലാവാൻ തുടങ്ങിയാടാ ജാസിക്കുട്ടാ. എവിടെയാടാ നീ പകലാവുന്നത്? നീ കാണിച്ചാടാ, എനിക്കൊന്ന് പറഞ്ഞാടാ നീ പകലാക്കാൻ പോകുന്നത്. ഇത്രയും നേരം നിനക്ക് പകലായില്ലാടാ ജാസി. ബാ, കാശിനെ എണീപ്പിക്കാം. എല്ലാം അവിടെ കൂടി വെച്ചിട്ട്. ആശി മോനെ ഡാ, ആശി എണീക്ക്. കണ്ണൂർക്കല്ലേ, കണ്ണൂർക്കാണ്ടിറങ്ങി. ആശി മോനെടെ എണീക്കടാ. കണ്ണുറക്കൽ. ഇന്നെങ്കിലും നീ നല്ലൊരു കണി കാണും. എന്ന് ഇതിനല്ലേ കാണുന്ന? നല്ലൊരു കണി കാണടാ, നല്ലൊരു കണി കാണും. അതുകൊണ്ട് കണ്ണ് തുറക്കരുത്. ആശിയുടെ അഭിനയം കലക്കി. ഭയങ്കര അഭിനയം കട്ടക്ക്. ഭയങ്കര ഉറക്കത്തില്ല, ഭയങ്കര ഉറക്കത്തില്ല. ഞാൻ കണ്ണടച്ച് തന്നെ കണ്ണടച്ച് കിടക്കണ കണ്ട് അമ്മാതിരി രീതിയിൽ കണ്ണടച്ചങ്ങ് കിടക്കുകയാണ്. നീ കുറച്ചുകൂടി വിളിയടാ അളിയ, എൻ്റെ പൊന്ന് ജാസികളെ, നീ കുറച്ചുകൂടി വിളി. അല്ലെങ്കിൽ നാട്ടുകാർ വിചാരിക്കും നമ്മൾ കള്ളം കാണിക്കണമെന്ന്. അതുകൊണ്ട് അവർ കണ്ടുപിടിക്കരുത്. നീ കുറച്ചുകൂടി വിളി. കട്ടയ്ക്ക് ഞാൻ കണ്ണടച്ച് കിടന്ന് ഉറങ്ങട്ട്. ഞാൻ തന്നെ 2 മിനിറ്റ് കണ്ണടച്ച് നമ്മൾ ഉറങ്ങിപ്പോയി. വാ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ എല്ലാം സെറ്റായിരിക്കുകയാണ്. ഇനി ഇതിൽ ഒരാൾ എന്താണ് ഇപ്പം എല്ലാം വെച്ച്. ഇതാണ് നമ്മളുടെ വിഷുക്കണി. അപ്പോൾ ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് ദൈവം മാറ്റി വെച്ച ബാക്കിയുള്ള എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ദൈവം മാറ്റി വെച്ച് ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ വിഷുക്കണിയായെന്നാ. എടാ, 2 തോർത്തും എടുത്ത് ചുരുട്ടി വെച്ച് 2 മാങ്ങയും പറക്കി വെച്ചെന്ന് പറഞ്ഞാൽ വിഷുക്കണിയാവൂല. ഇങ്ങനെ ഒരു വധൂരി. ഞാനൊന്നും പറയുന്നില്ല. ഇനി ഇവൻ നേരത്തെ പറഞ്ഞല്ലോ ഇവൻ എന്തുവാ 10 മണിക്കൊക്കെ ഉണ്ടാക്കിയെന്നതാ. നോക്ക് വെളിച്ചടിക്കുന്നു. രാവിലെ നേരം വെളുത്ത് പറഞ്ഞേ ഉള്ളൂന്ന്. ജനൽ വഴി നല്ല വെളിച്ചം. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആയിരിക്കും. എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് ഇറക്കുന്ന സാധനം ഒന്നുമില്ല, വെറുതായിപ്പ. കണ്ണൂർക്കല്ലേട്ടാ, എണീക്ക്. കണ്ണൂർക്കല്ലേ, കണ്ണൂർക്കണ്ട. കണി കാണാൻ വിളിക്കുക. വാ. ഇല്ല ഞാൻ പിടിച്ചു. വാ, എൻ്റെ തോള് പിടിക്കുക. ഇവിടെ കൈ ഇങ്ങോട്ട് ഇവിടെ പിടിക്ക്. എന്നെ പിന്നാലെ പോരെ. പോരെ. അവിടെ ഒക്കെ തട്ടി വീഴില്ല. ഇങ്ങോട്ട് വാ. ഇതാ തുറന്നോ. എന്താ അഭിനയം. ആ വിളക്കെടുത്ത് ഇവന്റെ നെഞ്ചത്തോട്ട് കത്തിച്ചു വിടും. പിന്നെ വേറൊരു കേസ് ചേട്ടാ, ഇത് റിയലായിട്ട് ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു. വേറൊന്നുമല്ല, ഒരു ദിവസമെങ്കിലും നീ വേറെ എന്തെങ്കിലും ഒന്ന് കണി കാണും. എന്നും മറ്റേനല്ലേ കണി കാണുന്നത്, മണിനാഥം. അതിനേക്കാളും നല്ലത് ഒരു ദിവസം ഇതായിരുന്നു. ഇതിൽ അഭിനയം ആയതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. പോട്ട്. ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? മണി ഒരു കൂട്ടം മണിയടിയുടെ ഇടയിൽ ആശി മണിയൻ. പോട്ട്. കഴിവില്ലാത്തവരെ സമൂഹം അംഗീകരിക്കൂല. എന്തായാലും ഇതിൽ വയ്ക്കാൻ നിനക്ക് ശ്രീകൃഷ്ണന്റെ ഇതൊക്കെ കിട്ടിയല്ലേ? പോട്ട്. ഇതിൽ വയ്ക്കാൻ കണ്ണൻ്റെ ഇത് കിട്ടി. പക്ഷെ അതിൽ വയ്ക്കാൻ നിനക്ക് കണ്ണൻ്റെ ഒന്നും കിട്ടുന്നില്ല. കൊള്ളാം. എന്താണ് വിഷു എന്ന് നിനക്ക് ആദ്യം അറിയാമോടാ? കേട്ട് കഴിഞ്ഞ വിഷു എന്താണെന്ന് പോലും അറിയാത്ത നീയൊക്കെ വന്നിട്ട് വിഷുവെന്ന് വിഷുവിന് കണി കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും പറയാനില്ല. നിന്നെയൊക്കെ പോലുള്ള വധൂരികളെ 10 പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തുവാടേ? ഇടേ, ഞാൻ ഉള്ള കാര്യം പറയാം. ഓരോ മതങ്ങൾക്കും അതിൻ്റേതായ രീതിയുണ്ട്. അത് നശിപ്പിക്കരുത്. ഇനി വിഷുവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിനക്കറിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വായിച്ച് പറഞ്ഞുതരാം. അറ്റ്ലീസ്റ്റ് ഗൂഗിളെങ്കിലും ചെയ്ത് നോക്കേണ്ടതായിരുന്നു. മലയാള മാസമായ മേടം 1 സാധാരണമായി ഏപ്രിൽ 14 അല്ലെങ്കിൽ 15 ആഘോഷിക്കുന്ന കേരളത്തിലെ പരമ്പരാഗത കാർഷിക ഉത്സവമാണ് വിഷു. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമായ ഈ ദിവസം വിഷുക്കണി
കാണൽ, വിഷു കൈനീട്ടം, വിഷു സദ്യ എന്നിവ പ്രധാനമാണ്. മലയാളികളുടെ പുതുവർഷമായി കണക്കാക്കപ്പെടുന്ന ഈ ദിവസം ഐശ്വര്യപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. വിഷുവിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. അർത്ഥം: വിഷുവത എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് വിഷു വന്നത്. ഇതിനർത്ഥം തുല്യ രാപ്പകലുകൾ എന്നാണ്. വിഷുക്കണി: വിഷുപ്പുലരിയിൽ കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ കണിക്കൊന്ന അഷ്ടമംഗല്യം, ധാന്യങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, സ്വർണം, കണ്ണാടി, നാണയങ്ങൾ എന്നിവ വച്ച് കണി കാണുന്നു. അതായത് കൃഷ്ണന്റെ വിഗ്രഹം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. ഇവൻ അവിടെ പറഞ്ഞെന്താ, മുസ്ലിം ആയതുകൊണ്ട് അവന് വിഗ്രഹത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് കണ്ണാൻ വേണ്ടെന്ന്. ഇങ്ങനെ ഒരു വധൂരി. വിഷു കൈനീട്ടം: മുതിർന്നവർ കുട്ടികൾക്കും മറ്റുള്ളവർക്കും നൽകുന്ന ഭക്ഷണ അല്ലെങ്കിൽ പണം. വിഷു സദ്യ: വിഷു ദിനത്തിൽ പ്രത്യേക സദ്യ. ഇതിൽ പച്ചക്കറികൾ, പായസം എന്നിവ ഉണ്ടാകും. കണിക്കൊന്ന: വിഷുവിന്റെ പ്രധാന പ്രതീകമായ മഞ്ഞപ്പൂവ്. കണിക്കൊന്നയും ഇല്ല. പിന്നെ ഇവ എന്നാ കീരവിത്തിന ഉപ്പും പഞ്ചസാരയും മുളകും എടുത്തോണ്ടോന്ന് വച്ചിട്ട് വിഷു കണിയുന്നു. ഇവനെപ്പോലത്തെ ഒരു വധൂരി വേറെ ഇല്ല. ഇങ്ങനെ ഓരോ വധൂരികൾ അങ്ങോട്ട് ഇറങ്ങിക്കോളും. എടാ പോടാ, പോയി നിന്റെ പണി നോക്കടാ മണിനാഥമേ. മെയിനായിട്ടുള്ള കണിക്കൊന്ന പൂവില്ല, അതുപോലെ തന്നെ കണ്ണന്റെ വിഗ്രഹമില്ല. ഇത് രണ്ടും ഇല്ലാതെ വന്നിരുന്നിട്ട് അവൻ വിഷു കണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊണ്ട് വന്നിരിക്കുന്നു. ഇവനെയൊക്കെ പോലുള്ള വധൂരികളാണ് ഈ നാദ്യം അടിച്ച് ഓടിക്കേണ്ടത്. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോ. എന്തായാലും ഇതുപോലെ വിവരക്കേടുകൾ കാണിക്കുന്ന ഇവനെയൊക്കെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പുതിയൊരു വീഡിയോ ആയിട്ടാണ്.